प्रचारनिर्विशेषाशून्यवादी पाश्चात्यदेशतारिणे नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनाम्ने गौरदिशे नमः। ओ ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगद्हिताय कृष्णाय गोविन्दाय नमो नमः। श्रीकृष्णचैतन्य प्रभो नित्यानन्द श्री अद्वैत कथाधरा श्रीवासादि गौरभक्तवृन्दा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहरुहिताङ्गं मम उद्धारभवार्णव। श्रीमद्भागवताख्योऽयं प्रत्यक्षकृष्ण एव हि श्रीहृदोऽसि मया नाथ मुक्त्यर्थं भवसागरे। मनोरथो मदीयोऽयं सर्वदा सबलस्तया निर्विघ्नेनैव कर्तव्यं दासोऽहं तव केशव। कस्तूरितिलकं ललाटपटले वक्षस्थले कौस्तुभं नासाग्रे वरमौक्तिकं करतले वेणुकरे कङ्कणं सर्वाङ्गे हरिचन्दनं सुरलतं कण्ठे च मुक्तावरि गोपश्री परिवेष्टितो विजयते गोपालचूडामणि अस्ति स्वस्तरुणी कराग्रविगृत कल्पप्रसूनारुत्तं वस्तु प्रस्तु निर्व्याकुलम् स्रस्ता स्रस्ता निबद्धा निविलसद्गोपी सहस्रावृतम् हस्तन्यस्तं तापवर्गम् अखिलोद्धारं किशोराकृतिः कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे कृतास्तुतं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। श्रीमद्भागवतं नाम पुराणं लोकविश्रुतं शृण्वया श्रद्धया युक्तो मम सन्तोषकारणम्। श्लोकार्थं श्लोकपादं वा नित्यं भागवतोद्भवं पठति शून्यायुस्तु गो सहस्रफलं लभेत्। नमोऽस्तेषु सर्वेषु श्रीमद्भागवतं परं शृण्वन्त्या नरा भक्तिया मम प्रत्येजसुव्रत वस्त्रालङ्करणैः पुष्पैर्धूपधू दीपोपहारकैः वहीकृतो हि अहं तस्य सस्त्रिया सत्पतिर्था सुखरूपप्रबोधज्ञा सर्वशास्त्रविशारदा एतत्कथा प्रकाशेन मेदज्ञानं विनाशय। ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय। जन्माद्यस्य यतो अन्ययधुरदच्चार्तेषु अभिज्ञस्वराड् तेने ब्रह्महृदायादिकवये मुख्यं धीयः तेजो वारिमृतां यथा विनिमयो यत्र तु सर्गो अंशा धाम्ना सेन सदा निरस्तहोगं सत्यं परं धीमहि। ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണ സദാ വേദ്യം വാസ്തവം അത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യഹൃദ്യ ആവിരുദ്ധതേ അത്ര കൃതിഭിः ശുശ്രൂഷിഭിരക്ഷണാത് നിഗമകൽപ്പതരോ ഗിരുതം ശുഖമുഖാത് അമൃതദ്രവ സംയുതം വിപദാ ഭാഗവതം രസമാലയം മുഹുരഘോരസിക ഭുവി ഭാവുകാः സൂതവാച യം പ്രവർജന്തം അനുപേതമഭേദകൃത്യം ദീപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതരവോ അഭിനേതു സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്സാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിദുഷതാന്തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അനന്തപത്മനാഭ സംഘത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാർക്കും ദണ്ഡപ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത അതും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താ? കാർത്തിക മാസം. കാർത്തിക മാസം. എന്താ പ്രത്യേകത? കാർത്തിക മാസത്തിന്റെ പ്രത്യേകത എന്താ? ദാമോദര ലീലയുടെ പ്രത്യേകത എന്താ? ദാമോദര ലീലയിലെ പ്രത്യേകത എന്താ?
ഉം. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞാട്ടെ. എന്തോ ഭഗവാൻ ഭഗവാനെ കീഴടക്കണമെങ്കിൽ സ്നേഹമാകുന്ന പാശം കൊണ്ട് കീഴടക്കണം. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പറഞ്ഞ സ്നേഹം കൊണ്ട്. മുഖുചുംബിതം ബിംബരക്താതരം മേ ആ മനസ്യാ വിരസ്താമലം ലക്ഷലാഭൈ. കൃഷ്ണ ഭഗവാനെ എന്താ ചെയ്യുന്നത്? കൃഷ്ണ ഭഗവാനെ എന്താ വേണ്ടത്? മുഖുചുംബിതം ബിംബരക്താതരം മേ. എന്താ? അങ്ങയുടെ മുഖം എല്ലായ്പ്പോഴും എന്റെ ആ ഹൃദയം എങ്ങനെയുള്ള മുഖം? മുഖുചുംബിതം ബിംബരക്താതരം മേ. എന്താ? മനോഹരമായ അങ്ങയുടെ മുഖം മനോഹരമായ രക്തവർണ്ണത്തോടു കൂടിയ ആ ചുവന്ന മുഖം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കാണാറാകണം. മുഖുചുംബിതം ബിംബരക്താതരം മേ മനസ്യാ വിരസ്താമലം ലക്ഷലാഭൈ. നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖജലാഗ്നിമഗ്നം. കൃഷ്ണ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ആ ആനന്ദദായക, പ്രസാദിച്ച് എൻ്റെ ദുഃഖങ്ങളെയെല്ലാം അകറ്റിയാലും. പ്രസീദ പ്രഭോ ദുഃഖജലാഗ്നിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദീനം ബതാനു. പടിയട്ടെ. കൃപാദൃഷ്ടിവൃഷ്ട്യാദി ആ എന്നിൽ കൃപാദൃഷ്ടി, അങ്ങയുടെ കൃപാകടാക്ഷം എന്നിൽ ഉണ്ടാകണേ. നമ്മൾ ഒരുമിച്ച് പാടുകയാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ, ഒരുമിച്ച് സങ്കീർത്തനം ചെയ്യുകയാണ്. ഈ കാർത്തിക മാസത്തിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മളെല്ലാം പൊളൂറ്റഡ് മൈൻഡാണ്, നമ്മളെല്ലാം കുബേരന്മാരാണ്. ആണോ അല്ലേ? കുബേരൻ്റെ മക്കളാണ്. ആണോ അല്ലേ? ഞാൻ മാത്രമാണല്ലേ? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു വച്ചിട്ടുണ്ട്. ആ തെറ്റുകളെയെല്ലാം എടുത്തു കളയാൻ പറ്റുന്ന ഒരു മാസമാണ് കാർത്തിക മാസം. അറിഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടട്ടെ എന്നുള്ള അനുകമ്പ കൊണ്ട് നമ്മുടെ ഗുരു മഹാരാജ് പരംപൂജനീയ ജയപതാകസ്വാമി ഗുരു മഹാരാജ് ഈ ശ്ലോകത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് തന്നു. ചൊല്ലൂ, ഒരു 100 പ്രാവശ്യം ചൊല്ലൂ. എല്ലാവരും ഒരുമിച്ച് ജപിക്കൂ. ദാമോദരന്റെ ലീലകൾ ഓർമ്മിക്കൂ. നിങ്ങൾ രക്ഷപ്പെടൂ. എന്താ കാര്യം? നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ നമ്മളൊന്ന് സങ്കല്പം എടുത്തിട്ടുണ്ട്, പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഞാൻ 16 റൗണ്ട് നാമം ജപിച്ചോളാം, ഞാൻ യമനിയമങ്ങൾ പാലിച്ചോളാം, ഞാൻ കൃഷ്ണാവബോധത്തിനായിട്ട്, പ്രചാരണത്തിനായിട്ട് ഞാൻ ശാരീരികമായും മാനസികമായും പ്രവർത്തിച്ചു കൊള്ളാം. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ വിട്ടുപോകുന്നു. 16 റൗണ്ട് നാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാം 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 ഹരേ കൃഷ്ണ. അവസാനം ഈശ് മാത്രമേ കേൾക്കത്തുള്ളൂ. ക്ഷമിക്കണം, ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ഭക്തന്മാരെയും അല്ല പറയുന്നത്, ഇവിടെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. എൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത്. ഒരു പ്രാവശ്യം 16 റൗണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പം തീരുന്നു, ശ്രദ്ധിക്കുന്നില്ല. 16 റൗണ്ട് നാമം, എന്ത് പെട്ടെന്ന് കഴിയുന്നു. 16 റൗണ്ട് രാവിലെ തന്നെ എല്ലാം കൃത്യമായിട്ട് പൂർത്തിയാകുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്തൊരു ഫീലിങ്,
ഇത്ര പെട്ടെന്ന് എങ്ങനെയാ കഴിയുന്നത്? ചാൻഡിങ് കൗണ്ടറിലാണ് ചെയ്യുന്നത്. ഇതിലെ ഡിജിറ്റൽ കൗണ്ടറാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അതിനോട്ടൊന്ന് ഇടയ്ക്ക് നോക്കാൻ സമയത്താണ് മനസ്സിലായത് 1 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 10 ആണെന്ന് പോകുന്നത്. എത്ര പെട്ടെന്ന് 16 റൗണ്ട് കഴിയുന്നു. 17,208 പ്രാവശ്യം എത്രയോ കഴിയുന്നു. കേൾക്കുന്നുണ്ടോ? അതെ പ്രഭുജി, ഉണ്ട് ഉണ്ട്. അതെ. ജയകൃഷ്ണൻ. ഇപ്പം എന്നെപ്പോലുള്ളവരാരും നല്ല കൃത്യത നിർവഹിക്കുന്നവരല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കൂടി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു ഗുരുമഹാരാജ് ഒരു മന്ത്രം തന്നു. ഈ മാസമെങ്കിലും ഇത്തിരി കൃത്യമായിട്ട് മുന്നോട്ടൊന്ന് പോയാട്ടെ, ഒന്ന് രക്ഷപ്പെട്ടാട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമുക്കെല്ലാം ഭഗവാനെ ആ ലീലകൾ ഓർമ്മിക്കാനും സ്മരിക്കുവാനും ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുവാനും അതിലൂടെ നമുക്ക് മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ള മുൻ തലമുറകൾ 7 തലമുറകൾക്ക് മുമ്പുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും സാധിക്കുന്ന ഒരു മാസം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇത്തിരി സ്നേഹവും കടപ്പാടും പൂർവ്വപിതാമഹന്മാരോടും ഇനി വരുന്ന ജനറേഷനോടും ഉണ്ടെങ്കിൽ ഇത് ഈ 30 ദിവസം കൃത്യമായിട്ട് ഭഗവാന്റെ മുന്നിൽ ഒറ്റയ്ക്കല്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് നെയ്വിളക്ക് കാണിക്കുകയും ആ മാഹാത്മ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ധന്യമാണ്. ഭഗവാന്റെ ആ മുഖം നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം പറയട്ടെ. കുണ്ടലം രജേ ഗോകുലേ വ്രജമാനം നമാമീശ്വരം സച്ചിദാനന്ദരൂപം ഹരേ കൃഷ്ണ. ഇപ്പം നമ്മള് ആ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആ രൂപം, അത് ആ രൂപം കൊണ്ടുള്ള ഗുണമെന്താ? നമ്മുടെ ജീവിതത്തിൽ വ്രജമണ്ഡലത്തിൽ എങ്ങനെയാണോ ഭഗവാന്റെ കാതുകളിൽ കുണ്ടലങ്ങൾ എന്നുള്ള പ്രകാശം കൊണ്ട് ആ വ്രജഭൂമി മുഴുവൻ പ്രകാശിതമായത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വസതിയിൽ ഭഗവാന്റെ ഈ രൂപം ദൃശ്യമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങളൊന്നും ഉണ്ടാകില്ല. കാര്യം ഇരുട്ടില്ല അവിടെ. ഇരുട്ട് എന്നൊരു പുതിയൊരു പ്രതിഭാസമില്ല, ദുഃഖം എന്നൊരു പ്രതിഭാസമില്ല. സുഖം എവിടെ ഇല്ലാതാകുമോ അവിടെ ദുഃഖം. സൂര്യപ്രകാശത്തെ എവിടെ കടത്തിവിടാൻ അനുവദിക്കുന്നില്ലയോ അവിടെ ഇരുട്ട്. അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അല്ലേ? അതെ അതെ. ആണല്ലേ? അപ്പം ഇരുട്ട് എന്നൊരു പുതിയൊരു പ്രതിഭാസമില്ല, ദുഃഖം എന്നൊരു പുതിയൊരു പ്രതിഭാസവുമില്ല. ഏതൊന്നും ഇല്ലാത്തിടത്തോ അവിടെ മറ്റ് സംഭവങ്ങൾ കയറി വരും. എവിടെ ഈശ്വര ചൈതന്യം ഇല്ലയോ, എവിടെ ഭഗവാൻ ഇല്ലയോ അവിടെ എന്തു പറ്റും? മറ്റുള്ള അനിഷ്ട സംഭവങ്ങൾ, അമംഗളങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവർ വന്നിരുന്ന് കളയും. ഇത്രയൊരു കാര്യമുണ്ട്. ആണോ അല്ലേ? അതെ ആണോ? പ്രഭു. അതെ പ്രഭു. ഇത്രയുള്ള കാര്യം. നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കും. എന്തുകൊണ്ടാ? പല്ലിയും പാറ്റയൊന്നും കയറി വരണ്ട, അല്ലേ? ശരിയോ? ആണോ അല്ലേ? അതെ. പല്ലിയും പാറ്റയൊന്നും കയറി വരണ്ട. അതുകൊണ്ട് നമ്മളെല്ലാം വൃത്തിയാക്കി വെക്കും. തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി വെക്കും. ഇത് ചെയ്യാതിരുന്നാലോ അവിടെ അത് കഴിക്കാൻ യോഗ്യരായ മറ്റുള്ളവരവിടെ കാത്തിരിക്കുക അതവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവരുടനെ അവിടെ കയറി വരും. ഇതൊരു പ്രപഞ്ച സത്യമാണ്.
ആ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മംഗളമാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആർക്ക് സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കണം? ഭഗവാന് സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കണം. ഭഗവാന് സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അവിടെ മറ്റുള്ള സീറ്റുകൾ ഉണ്ടാകും, മറ്റുള്ളവർക്ക് ഇരിക്കാനുള്ള സീറ്റുകളുണ്ട്. അതുതന്നെയാണ് ബാലമുകുന്ദാഷ്ടകത്തിലും പറയുന്നത്. എന്താണ്? കരാരവിന്ദേ മുഖാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലം മുകുന്ദം മനസാ സ്മരാമി. അത്ര രസമാണ്. ദാമോദരാഷ്ടകത്തില് യശോദാമ്മ, ദാമോദരാഷ്ടകം തുടങ്ങുന്നത് തന്നെ യശോദാമ്മയിലൂടെ. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം, ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹം, നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു സ്നേഹം. ആ സ്നേഹത്തെ ദാമോദരാഷ്ടകത്തിൽ എത്ര കൃത്യമായിട്ട് സത്യവ്രതമുനി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു വച്ചിരിക്കുന്നു. ശ്രീമദ് മഹാഭാഗവത്ത് ദശമസ്കന്ധത്തിൽ ഉലൂഖലബന്ധനം എന്ന ആ ഒരു അധ്യായത്തെ അടർത്തിയെടുത്ത് അത് വളരെ മനോഹരമായി നമുക്ക് എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്ന രീതിയിൽ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ അഷ്ടകരൂപത്തിൽ കൊണ്ടുവന്നു വീണ്ടും ആ കൃതിയെ, ആ ചരിതത്തെ കൊണ്ട് ഗുരുവായ വ്യാസമഹർഷിയുടെ മുന്നിൽ കൊണ്ട് സമർപ്പിച്ചു. എല്ലാം സമർപ്പണമാണ്, സമർപ്പിച്ചു. വ്യാസമഹർഷി ആ ഗൂഢമായ ആ ഭാഗത്തിനെ, മനോഹരമായ ഭാഗത്തിനെ ഭഗവാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് ഗൂഢമാണ്, ഇതം ഗുഹ്യതമം ശാസ്ത്രം. ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ, മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി അതിനെ എടുത്ത് പത്മപുരാണത്തിന്റെ മധ്യത്തിൽ കൊണ്ട് രഹസ്യമായി സൂക്ഷിച്ചു. ആണോ അല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു. നമുക്ക് എന്തൊക്കെയോ പൂർവജന്മ സുഹൃതം കൊണ്ടോ പൂർവികരുടെ സുഹൃതം കൊണ്ടോ നമുക്കൊരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ഈ ഒരു അമൂല്യമായ നിധി നമുക്ക് കിട്ടി. അതിനെ നമ്മൾ രണ്ട് കൈ കൊണ്ടും നീട്ടി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഉപവിഷ്ടനാക്കി അതിൽ നമ്മൾ ഭഗവാനെ കാണാൻ ശ്രമിക്കണം. എങ്ങനെ? ഭഗവാൻ എങ്ങനെ? പ്രാർത്ഥനയിലൂടെ. എങ്ങനെ പ്രാർത്ഥനയിലൂടെ? എന്താണ് പ്രാർത്ഥന? കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രേമവും എല്ലാം പറഞ്ഞു. എന്താ പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? സംസ്കൃത പദങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ടാകാം. അതെല്ലാം മാറ്റിവെച്ചാട്ട് എങ്ങനെയുള്ളതായിരിക്കണം പ്രാർത്ഥന? എന്തിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? ഒരു കൊച്ചുകുട്ടി, കൊച്ചുകുഞ്ഞ് 3 വയസ്സ് അല്ലെ 2 വയസ്സ് ഉള്ളൊരു കുഞ്ഞ് അമ്മയുടെ മുന്നിൽ വന്നിട്ട് മുട്ടുകാലിഴഞ്ഞു വന്ന് അമ്മയുടെ സാരിയിൽ പിടിച്ച് കരിഞ്ഞു കയറി നിന്നിട്ട് അമ്മ എന്ന് പറഞ്ഞ് കരയുകയാണ്. ആ കൈകൾ മുകളിലോട്ടാണ്. മറ്റുള്ള എല്ലാവരും വന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി സ്വാന്തനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കുഞ്ഞ് അവരുടെ കൂടെ പോകുന്നില്ല. എന്ന് മാത്രമല്ല, കരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. 2 കൈയും മുകളിലേക്ക് പിടിച്ച് നോക്കുകയാണ്. അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരയുകയാണ്. അവസാനം ആ അമ്മ തൻ്റെ കുഞ്ഞിനെ എടുത്ത് മാറിലോട്ട് ചായ്ക്കുമ്പോൾ ആ കുഞ്ഞുണ്ടാകുന്നൊരു നിർവൃതിയുണ്ട്. സ്നേഹം, ആനന്ദം. ആ ഒരവസ്ഥ നമ്മൾ ഫിസിക്കലി മനസ്സിലാക്കിയെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ കുഞ്ഞിനറിയാം മറ്റുള്ളവരെല്ലാം സ്വാന്തനിപ്പിക്കാൻ പോകുന്നുണ്ട്, അതെല്ലാം കള്ളമാണ്, നൈമിഷികമാണ്. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറും.
ഇവരൊന്നും എന്നെ എപ്പോഴും നോക്കാൻ പ്രാപ്തരായവരല്ല. എനിക്ക് ആത്യന്തികമായി ആനന്ദം തരുന്നത് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ എനിക്ക് ആ പാല്, എൻ്റെ അമ്മയിൽ നിന്ന് മാത്രമേ ആ പാല് കിട്ടുകയുള്ളൂ, ആ സന്തോഷം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ കുഞ്ഞ് വാശി പിടിച്ചു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തുതേ രക്ഷ രക്ഷ മഹാബാഹു പാകഭാഗ ദേവദേവ ജഗത്പതേ എന്ന് ആ ഗജരാജൻ ഭഗവാനെ ഒരു നോക്ക് കണ്ട് കാണുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വേദനയും അമർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തുതേ. ഒരു നിമിഷം വന്നാലും ആ പ്രാർത്ഥന 33 ദേവതകൾ കേൾക്കുമ്പോൾ അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു, തീർച്ചയായിട്ടും സാക്ഷാൽ മഹാവിഷ്ണു ഇവിടെ വന്നിരിക്കും എന്നുള്ളത്. ഭഗവാൻ ഇവിടെ എഴുന്നള്ളും എന്നവർക്ക് മനസ്സിലായി. അവരെല്ലാം ജാഗരൂകരായി സന്തോഷത്തോടുകൂടി. അതേസമയം ഗജേന്ദ്രൻ ദുഃഖം അനുഭവിക്കുമ്പോൾ 33 ദേവതമാരും സന്തോഷത്താൽ മുകളിൽ വന്ന് നിൽക്കുകയാണ്, ആനന്ദത്താൽ വന്ന് നിൽക്കുക. കാര്യം എന്താ? ഭഗവാൻ വരുന്നു. ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞു. ആ ആനന്ദമാണ് നമുക്ക് ദാമോദര മാസത്തിൽ വേണ്ടത്. ആ ഒരു ശ്രദ്ധയാണ്, അതിനെയാണ് ശരണാഗതി എന്ന് പറയുന്നത്. അമ്മയുടെ മുന്നിലെ കുഞ്ഞ് 2 കൈയും പൊക്കി, ആ ശരണാഗതി, അത് തന്നെയാണ് പ്രാർത്ഥന. ദാമോദരാഷ്ടകം തുടങ്ങുന്നത് തന്നെ യശോദാമയിലൂടെയാണ്, അല്ലേ? ആണോ അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. പക്ഷെ നമ്മൾ വീണ്ടും 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 നമ്മൾ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കും. ആ ഓർമ്മിക്കും തോറും ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷനാകുന്ന കാര്യം തന്നെ ആ ഒരു രംഗത്തോടു കൂടിയാണ് ശ്രീമദ് മഹാഭാഗവതത്തിൽ ഗുരുകുലബന്ധനം തുടങ്ങുന്നത്. ഏതാ ശ്ലോകം വരുന്നത്? ഏതാ ശ്ലോകം? ഏകത ആ ആ വായിച്ചാട്ട്. ദശമസ്കന്ധം എടുത്തില്ല പ്രഭു. 10.9.1-2 1ഉം 2ഉം ശ്ലോകങ്ങൾ ദശമസ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് ശുകദേവ ഗോസ്വാമി തുടങ്ങുകയാണ്. ശുകദേവ ഗോസ്വാമി തുടങ്ങുകയാണ്. അങ്ങനെ വേണം നമ്മളും ആരംഭിക്കാൻ. ഞാനായിട്ടില്ല, നിർഭാഗ്യവശാൽ നാട്ടിലുള്ള ഒരു സോക്കാൾഡ് സപ്താഹ ആചാര്യന്മാരും ദാമോദരാഷ്ടകത്തെ പറ്റി, ഉലൂഖലബന്ധനത്തെ പറ്റി സംസാരിക്കുന്നതേയില്ല. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സോക്ക ഇല്ല പ്രഭു, ഇല്ല, കേൾക്കില്ല. കേട്ടിട്ടില്ല. അതേസമയം ഈ ദാമോദരാഷ്ടകം തന്നെ 7 ദിവസം പറയാനുണ്ട്, ഇല്ലേ? അല്ലേ? ഭഗവാന്റെ കഥകൾ നിത്യം ഭാഗവതം, സതതം 7 ദിവസമല്ല. കലിയുഗത്തിൽ 7 ദിവസം കൊണ്ട് ഭഗവാന്റെ ലീലകൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാനോട് കൂറ് പുലർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 7 ദിവസം ദാമോദരാഷ്ടകം തന്നെ ആയിക്കോട്ടെ. എന്ത് രസമാണ്! എത്ര കാര്യങ്ങളാ പറയാനുള്ളത്, അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. ശരിയല്ലേ? ആണോ അല്ലേ? ആണോ? ഹരേ കൃഷ്ണ. എടുത്തോ ശ്ലോകം എടുത്തോ. ഏകതാഗൃഗദാസീഷു ശ്രീ ശുക ഉവാച ഏകതാഗൃഗദാസീഷു യശോദാനന്ദഗേഹിനി. ഒരു ദിവസം നോക്കണം, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നൈമിഷാരണ്യ വനത്തെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഗുരുകൃപയാൽ. നൈമിഷാരണ്യ വനത്തിൽ ശനകാദി മഹർഷികളുടെ മധ്യത്തിൽ പരീക്ഷിത് മഹാരാജാവ് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അവിടെ ഈ ഒരു 7 ദിവസം എനിക്ക് എൻ്റെ ലൈഫിൽ ധന്യമായത് എനിക്ക് പറഞ്ഞു തന്നാലും, അവിടെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു, ഭഗവാന്റെ ലീലകൾ പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന മധ്യേ ഈ ഒരു ഭാഗത്തെത്തി ശുകദേവ ഗോസ്വാമി ഒന്ന് നിർത്തി. ഹേ മഹാരാജൻ, കേൾക്കൂ,
ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ വെറുതെ കേട്ടാൽ പോരാ, ശ്രദ്ധയോടെ കേൾക്കും. ശുകദേവ ഗോസ്വാമി പറയുന്ന കാര്യങ്ങളാണ് വീണ്ടും ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഹേ മഹാരാജൻ പരീക്ഷിത്, ഏകദാ ഗൃഹദാസീഷു, കഥ തുടങ്ങുകയായി. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദ ഗേഹിനി. ആ ഹരേ കൃഷ്ണ പ്രഭു. ആ വായിച്ചോട്ടെ. ശ്രീശുകവാച ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു മാമന്ത നിർമ്മമന്ധസ്വയം ദധി അത്ര നിർത്താട്ടെ, അത്ര നിർത്താട്ടെ. എന്താ അവിടെ സംസാരിച്ചത്? എന്താ അവിടെ സംഭവിച്ചത്? ഏകദാ ഗൃഹദാസീഷു, ഒരു ദിവസം ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഒരു ദിവസം വീട്ടിലുള്ള മറ്റു വേലക്കാരികളെല്ലാം അവരവരുടെ കർത്തവ്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ആരുടെ ഗൃഹത്തിൽ? യശോദാമ്മയുടെ, നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിൽ. യശോദാമ്മ എന്ത് വിചാരിച്ചു? ഏതായാലും ഞാൻ ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കുക, ഒരു കാര്യം ചെയ്തു കളയാം, എൻ്റെ ഉണ്ണിക്കണ്ണന് ഞാൻ തന്നെ അവൻ ഇഷ്ടപ്പെട്ട ഇത്തിരി വെണ്ണ ഉണ്ടാക്കിക്കളയാം എന്ന് ചിന്തിച്ചു. അങ്ങനെ പിടവും തൈരും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവച്ചു. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനെ കാലേ സ്മരന്തി താന്യഗായത. ആഗായത. ആഗായത. ആ വരി വിട്ടുപോകരുത്, വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. ആഗായത. എങ്ങനെ പിന്നെ വെണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു യശോദാമ? യാനി യാനി ദഗീതാനി. നമ്മുടെ കൂട്ടല്ല, നമ്മുടെ നാട്ടിൻപുറത്തിന്റെ കൂട്ടല്ല. നമ്മളെന്ന് നാട്ടിൻകൂട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ അടുക്കളയുടെ വാതിൽ മറ്റൊരാളുടെ അടുക്കളയുടെ വാതിലിന് മുമ്പായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? എന്തിനു വേണ്ടിയിട്ടാ? പരദൂഷണം പറയാം. അടുക്കള നിൽക്കുമ്പോൾ അത് ആരാ വന്നേ, അവിടെ എന്താ വന്നേ, അവിടെ എന്ത് കണ്ടല്ലോ, എന്തായിരുന്നു അത്, അവിടെ പോയില്ലേ, നിങ്ങളിത് കേട്ടില്ലേ? അപ്പൊ അവിടുന്ന് അതിനനുസരിച്ചിട്ടുള്ള ആൻസർ വരും, അതേ പിച്ചിൽ കിട്ടും, അല്ലേ? ശരിയല്ലേ? ആണോ? ആ ഹൈ പിച്ച് കൂടുന്തോറും എന്തായിരിക്കും? നമ്മുടെ നാവിൽ നിന്ന് തെറിക്കുന്ന രസമുകുളങ്ങളും കൂടും. ആ രസമുകുളങ്ങൾ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. അതുകൊണ്ടാ കറിക്കൊക്കെ ഇത്ര ടേസ്റ്റ്, അല്ലേ? ആ രസമുകുളങ്ങൾ എത്തുന്നത് കൊണ്ടാ, അല്ലേ? പേടിക്കണ്ട, 100 ഡിഗ്രി തിളച്ചിട്ടാണ് പിന്നെ നമ്മുടെ ടേബിളിൽ വരുന്നത്, കുഴപ്പമില്ല. എല്ലാം ചെയ്യുന്നത് എത്ര വൃത്തികേടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അടുക്കളയിൽ നമ്മൾ കൂടുതൽ സംസാരിക്കരുതെന്ന് പറയുന്നത്. തമാശകളാണെങ്കിലും എല്ലാം നമ്മൾ മറുവശം ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ശാസ്ത്രമുണ്ട്. അടുക്കളയിൽ നാമജപത്തിനാണ് പ്രാധാന്യം, മറ്റ് വിഷയങ്ങളിലല്ല പ്രാധാന്യമുള്ളത് എന്നർത്ഥം. അപ്പം ഇവിടെ യശോദാമയി എന്താ ചിന്തിച്ചത്? യശോദാമയി പാട്ട് പാടാൻ തുടങ്ങി, ഒരു മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. എന്ത് മൂളിപ്പാട്ട്? സിനിമാ പാട്ടാണോ? ആണോ? അല്ല, ഭഗവാന്റെ സ്വന്തം മകന്റെ തദ്ബാലചരിതാനിച, സ്വന്തം കുഞ്ഞിന്റെ കുസൃതികളെ ഓർത്തിട്ട് സ്വന്തമായിട്ട് അവിടെ പാട്ട് ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഇൻസ്റ്റന്റ് സോങ് അവിടെ ഉണ്ടായി. അത് അവിടെ മൂളിപ്പാട്ട് ഇരിക്കുമ്പോൾ എവിടുന്നെന്താ അറിയത്തില്ല, ആകായത്ത രതി നിർമ്മന്താനേ കാലേ, അല്ലേ? ആകായത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതേപോലെ നമ്മൾ ഭഗവാനിൽ നിമഗ്നനായി, നിഷ്കളങ്കമായി, അലൗകികമായി
മറ്റു ചിന്തകളൊന്നും കൂടാതെ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ, സങ്കീർത്തനം ചെയ്യുമ്പോൾ, തീർച്ചയായും യശോദാമ്മയുടെ മുന്നിൽ ഭഗവാൻ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടുവോ അതുപോലെ നമ്മുടെ മുന്നിൽ യാതൊരു സംശയവുമില്ല ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഇതെല്ലാം ഫിസിക്കലി നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? അതെ അതെ പ്രഭു. അതിനുള്ള അവസരമാണ് ഈ ദാമോദര മാസം കൊണ്ട്, ഈ കാർത്തിക മാസം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. നമ്മളെല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ കാഴ്ചക്കുള്ള വൈകല്യം, നമ്മുടെ കാണികൾ മാത്രമാണ്. കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നർത്ഥം. കാഴ്ച മാത്രം പോരാ, കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. എല്ലാം കണ്ടങ്ങ് പോവും. ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ അങ്ങ് പോകും. അപ്പം അത് കാഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. കാഴ്ചപ്പാടുകൾ എന്താ? കാൽപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമ്പിങ് ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ എല്ലാം. ഇത് ഒരു സ്റ്റാമ്പിങ് ഉണ്ടായിരിക്കണം. ആ സ്റ്റാമ്പിങ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രാക്ടിക്കലിലൂടെ നമുക്ക് പോകാൻ സാധിക്കുന്നത് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അതെ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, അപ്പം അതിനകത്ത് ആ ശ്ലോകങ്ങളെല്ലാം നമ്മൾ വായിച്ചു. എന്ത് രസം! ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം. മുകുചുംബിതം ബൃംബരക്താധരം മനസ്യാ വിരസ്ത മലം ലക്ഷലാഭേ. മലയാളാർത്ഥം കയ്യിലുണ്ടെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും. പിന്നെയും അങ്ങോട്ട് പോകുമ്പം അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. ഈ ദാമോദരാഷ്ടകത്തിൻ്റെ അടുത്ത രണ്ട് മെയിൻ കഥാപാത്രങ്ങളാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു എന്തിനു വേണ്ടിയിട്ടാണോ അവതരിച്ചത്, അഹല്യയ്ക്ക് എങ്ങനെ മോക്ഷം കൊടുത്തുവോ അതുപോലെ രണ്ട് പേര് ഇവിടെ മോക്ഷം കാത്തിരിക്കുന്നുണ്ട്. ആരാ? കുബേരന്റെ മക്കള് നളകുബേരനും മണിഗ്രീവനും. കുബേരാത്മജൗ ബദ്ധമൂർത്തൈവ യദുവത് ത്വയാമോചിതൗ ഭക്തിഭാജൗ കൃതൗ ച. അത്ര രസം! എന്താണ്? നോക്കണം, ബദ്ധാവസ്ഥയിലിരിക്കും. നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. അതുകൊണ്ടാണ് നേരത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ നളകുബേരനും മണിഗ്രീവനും ചെയ്ത് അതേപോലുള്ള തെറ്റുകളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ, അതെല്ലാം നമ്മൾ പൊള്യൂറ്റഡ് മൈൻഡാണ്. ഒന്നുമല്ലെങ്കിൽ ഈ പറയുന്നതിന് വിട്ട് ഇങ്ങനെയാണ് നമ്മുടെ നാമജപം മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ഹരേ കൃഷ്ണ. ഈശ് എന്ന് നമ്മൾ വഴി നടന്നു പോകും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകും. മാതാജി എല്ലാം മറന്നു വെക്കുക. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇഷ് എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിഞ്ഞു നോക്കാരാണ്. മുമ്പേ പോകുന്നവർ തിരിഞ്ഞു നോക്കും. അല്ല, മുമ്പേ പോകുന്നവർ തിരിഞ്ഞു നോക്കും. അത്ര. നമ്മളിവിടെ ആരാ നാം ജപിക്കുന്നത്? ആരെ വിളിക്കുന്നത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ വിളിക്കുമ്പോൾ ആര് തിരിഞ്ഞു നോക്കും? ആൾക്കാരെ നോക്കും. ഭഗവാൻ നോക്കും, കൃഷ്ണൻ നോക്കും. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരെയാണ് വിളിക്കുക എന്നുള്ളത്. അപ്പം നാമജപങ്ങൾ സ്പഷ്ടമായിരിക്കണം എന്നർത്ഥം. ഭഗവാനെയാണ് വിളിക്കുന്നതെങ്കിൽ, അത് ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നാമം തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി. തീർച്ചയായിട്ടും കൃഷ്ണൻ നമ്മളെ തിരിഞ്ഞു നോക്കും. കാര്യം നമ്മൾ ഭഗവാനെ അനുഗമിക്കുന്നവരാണ്. ഭഗവാന്റെ ഗമനത്തിന് മുകളിൽ പുറകിലായിട്ട് നമ്മൾ അനുഗമിക്കുന്നവരാണ്. നമ്മൾ ഉപഭോക്താക്കളാണ്, ഭഗവാൻ ഭോക്താവാണ്. എല്ലാം ഭഗവാന്റേതാണ്. ആ സമർപ്പണത്തിൻ്റെ മാസമാണ് നമ്മൾ. ആ എപ്പോഴും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ രാഗം അനുരാഗമായിട്ട് മാറണം, ആവർത്തനം തനിയാവർത്തനമായിട്ട് മാറണം. ആ തനിയാവർത്തനവും അനുരാഗവും എല്ലാം പ്രേമത്തിലൂടെ ആയിരിക്കണം. ആ പ്രേമത്തെ വിശുദ്ധ ഭക്തി എന്ന് പറയുന്നു. അങ്ങനെ സ്വച്ഛന്ദ സുന്ദരമായി നമ്മൾ ഭഗവാനെ ഏകാഗ്രതയോടെ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ഒരു നോക്ക് നമ്മളെ തിരിഞ്ഞു നോക്കും. ആ ഒരു നോട്ടം, അത് മതി നമ്മുടെ ജീവിതത്തിൽ ധന്യമാകാൻ. കുബേരാത്മജൗ ബദ്ധമൂർത്തൈവ യദുവത് ത്വയാമോചിതൗ ഭക്തിഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വകാമേം പ്രയച്ഛ നമോക്ഷേ ഗ്രഹോമി സ്ഥിതാമോദരേഹ. വായിച്ചേട്ടാ, ശ്ലോകം ഒന്ന് വായിച്ചേട്ടെ ആരെങ്കിലും. നമസ്തേസ്തു അല്ല, നാമേ ഇത് തന്നെ, ഇത് കുബേരാത്മജൗ ബദ്ധ. ബദ്ധ കുബേരാത്മജൗ ബദ്ധമൂർത്തൈവ യദ്വ ത്വയാ മോചിതൗ ഭക്തിഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വകാമേ പ്രയച്ഛ നമോക്ഷേ ഗ്രഹോ മേ സ്ഥിതാമോദരേഹ. ഹരേ കൃഷ്ണ. അർത്ഥം എന്താ? ഇത്ര സുന്ദരമായിട്ടാണ്. നോക്കണം. ആ കുബേരകുമാരന്മാർ അനുഭവിച്ച ദുഃഖത്തിൽ അത്രയും ഭക്തിയോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഭക്തിയാണ് നമുക്ക് കിട്ടേണ്ടത്, ആ ഒരു സ്നേഹമാണ്. കുബേരാത്മജൗ ബദ്ധമൂർത്തൈവ യദുവത് ത്വയാമോചിതൗ ഭക്തിഭാജൗ കൃതൗ ച. പിന്നെന്താ? ഇത് ബാലമുകുന്ദാഷ്ടകത്തിലും വളരെ കൃത്യമായിട്ട് എന്ത് രസത്തോടെയാണ് ഇത് പറയുന്നത്. ഉലൂഖലേ ബദ്ധമുദാര ശൗര്യം ഉത്തുംഗയുഗ്മാർജുന ഭംഗലീലം. ഇത് നല്ല നമുക്ക് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉലൂഖലേ ബദ്ധമുദാര ശൗര്യം. ഭഗവാനും കൃഷ്ണനും അമ്മയും മകനും തമ്മിലുള്ള ആ കളിയുണ്ടല്ലോ, എന്ത് രസമാ! നിന്നെ ഞാൻ ഇപ്പോൾ പിടിച്ചു കെട്ടും, തീർച്ചയായിട്ടും. ഇന്ന് ഞാൻ മനസ്സിലാക്കി ഈ പറഞ്ഞിരിക്കുന്ന ഗോപികമാർ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ളത്. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ശിക്ഷ തരും എന്ന് പറഞ്ഞിട്ട് അമ്മ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കൃഷ്ണന്റെ പുറകെ, സ്വന്തം മകന്റെ പുറകെ ഓടുന്ന ഒരു ലീലയുണ്ടല്ലോ, എന്ത് രസം! ഉലൂഖലേ ബദ്ധമുദാര ശൗര്യം. നിന്ന് ചിണുങ്ങുന്നു, അവസാനമോ അഭിനയിക്കുന്നു, കണ്ണൊക്കെ തിരുമി, അമ്മാ എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ എന്നുള്ള ആ ഒരു ചിണുങ്ങലുണ്ടല്ലോ. ആ ചിണുങ്ങലിൽ ആ മാതൃത്വം ഒന്ന് തേങ്ങി, ആ വടിയെല്ലാം കളഞ്ഞു. നിന്നെ അടിക്കത്തില്ല, നിന്നെ അടിക്കില്ല, നീ ഇനി അടുത്തു വാ. അങ്ങനെ കുണുങ്ങി കുണുങ്ങി ആ അരഞ്ഞാണത്തിന്റെ വാലുകളെല്ലാം ഒന്ന് അനങ്ങി. അതും ഒരു മതയാനെ പോലെ, എപ്പോഴും ആ നടത്തത്തിന്റെ ശോഭ ഒരു മതയാനെ പോലെ നടക്കുന്നു. അങ്ങനെ അടുത്തടുത്ത് വന്ന് പിടിച്ചു. കൃഷ്ണ, നിന്നെ ഞാൻ ഒരു കാര്യമുണ്ട്, നിന്നെ അടിക്കത്തില്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിനക്ക് ഞാനൊരു ശിക്ഷ തരും, നിനക്ക് ഞാനൊരു ശിക്ഷ തരും. ഈ ഒരു ദിവസം മുഴുവൻ നിന്നെ ഞാൻ കെട്ടിയിടാൻ പോവുകയാണ്. എവിടെ? ആ ഉരലിനോട് ചേർത്ത്. ഉലൂഖലേ ബദ്ധമുദാര ശൗര്യം ഉത്തുംഗയുഗ്മാർജുന ഭംഗലീലം. അവിടെ അടുത്ത ലീല തുടങ്ങുകയാണ്. എന്താ ലീല? ആ ഉരലിനെയും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. എന്തിനു വേണ്ടിയിട്ടാ? ഉത്തുംഗയുഗ്മാർജുന ഭംഗലീലം. ആ അർജുന മരങ്ങൾക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട്, മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട്. ശ്രീരാമചന്ദ്ര പ്രഭു ത്രേതായുഗത്തിൽ എങ്ങനെയാണോ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത്, അതുപോലൊരു മോക്ഷം ഇവിടെ അരങ്ങേറുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആ സ്പർശനം കൊണ്ട്
ആ രണ്ട് മരങ്ങൾ കടപുഴകി വീണു. അർജുന മരങ്ങൾ, നളകുബേരനും മണിഗ്രീവനും. ആ കഥകളൊക്കെ പിന്നീട് വീണ്ടും വീണ്ടും ഇവിടിരിക്കുന്ന ശ്രേഷ്ഠരായ ഭക്തന്മാരെല്ലാം ഇനി അങ്ങോട്ട് ഓരോ ദിവസം ദാമോദര ആരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പല പല ക്ലാസ്സുകൾ വരുന്നുണ്ട്, കൂടുതൽ ചർച്ചകളാകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അങ്ങനെയുള്ള ആ കൃഷ്ണനെ ഉത്തുംഗ പത്മായത ചാരുനേത്രം, നീണ്ടു വിടർന്ന താമര ഇതളുകൾ പോലെയുള്ള നീണ്ടു വിടർന്ന ആ കണ്ണുകൾ. ഉത്തുംഗ പത്മായത ചാരുനേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മുഖമാണ് ഈ ദാമോദര മാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കാണേണ്ടത്. ഈ മാസത്തെ പ്രിസൈഡിങ് ഡയറ്റിയാണ് ദാമോദര ഭഗവാൻ എന്ന് പറയുന്നത്. വേറെ ഒരു ഡയറ്റിയുമല്ല, കൃഷ്ണന്റെ മറ്റു ഒരു രൂപങ്ങളുമല്ല. പിന്നെ ഏതാ രൂപം? ദാമോദര രൂപം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലു നിത്യഗോപ്യ യുദന്തം മുഹുർനേത്രമൃജന്തം. മൃജന്തം കരാംബോജയുഗ്മേന സാദംഗം ഹരേ കൃഷ്ണ. ഇത് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ അർപ്പണത്തോടെ ആയിരിക്കണം. അവിടെയാണ് ഭഗവാൻ നേരത്തെ കരുഷ്യതസ്നാസി ജിഘോഷ്യദാസ്യ തപസ്യസ്യ കൗന്ദയ തത് കുരുഷ്യമതർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, അത് എനിക്കായി അർപ്പിക്കണം. ഭഗവാനായി അർപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒന്നിനും ഒരു സമാധാനവും ഒരു പരിഹാരവും നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നില്ല എന്നർത്ഥം. സ്വന്തം കുഞ്ഞ് തൻ്റെ അമ്മയെ ആശ്രയിച്ചതുപോലെ നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണ്. ആ കൊച്ചു കുഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കിട്ടാൻ പോകുന്ന ആ മധുരം, ആ പാല് ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ ചെറിയൊരു തരോടലാണ്, അത് എപ്പോഴും തരില്ല എന്ന്, അവരെ കൊണ്ടതാവതില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നൈമിഷികമായ ഒരു സുഖം എനിക്ക് വേണ്ട. എനിക്ക് ആത്യന്തികമായ ഒരു സുഖം അത് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്നത്. പിതാഹമസ്യ ജഗതോ മാതാതാഥാ പിതാമഹ വേദ്യം പവിത്രം ഓംകാരം ഈർക്ക് യജുർസാമം ഏവച. ആ പരമമായ പിതാവ്, ആ പരമമായ മാതാവ്, എല്ലാം അവിടുന്നാണ്. കൃഷ്ണ ഭഗവാനെ, ആ പ്രേമം എപ്പോഴും എനിക്ക് കിട്ടണമേ എന്നൊരു പ്രാർത്ഥനയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ജീവിതത്തിൽ അമംകളങ്ങൾ നേരിടേണ്ടി വരും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. എത്ര പ്രതിഷേധിച്ചാലും, എത്ര ഡിബേറ്റ് ചെയ്താലും ഇതൊരു ഫാക്റ്റാണ്. അതൊരു ഫാക്റ്റാണ്. ഭഗവാനെ മധ്യത്തിൽ നിർത്താതെ കൊണ്ടുപോകുന്ന ഒരു ജീവിതവും മംഗളകരമായിരിക്കത്തില്ല. ചിലപ്പോൾ സന്തോഷങ്ങൾ നിറഞ്ഞതായിരിക്കും, പക്ഷെ മംഗളകരങ്ങളായിരിക്കത്തില്ല. ആ മംഗളങ്ങൾ നേരാൻ ഒരേ ഒരാളെ ഈ ഭൂമിയിൽ വന്നുള്ളൂ. മംഗളായ ചലോകാനാം, ശ്രീമദ് മഹാഭാഗവത്തിൽ പറയുന്നതാണ്. മംഗളായ ചലോകാനാം ക്ഷേമായ ഭവായ ച ആസ്തേ യദുകുലാംബോധവാദ്യു അനന്തസഖപുമാൻ യദ്ബാഹുദണ്ഡഗുപ്തായം സുഹൂര്യം യഥവോ അർച്ചിതാഹ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷിക ഇവ. ഈ ലോകത്തിന് മംഗളം നേരാൻ ഐശ്വര്യം തരാൻ, ഈ ലോകത്തിന് എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമം തരാൻ ക്ഷേമതൽപരനായ രണ്ട് പേര് ഇത് കുലത്തിൽ അവതരിച്ചു. ആരാ? ബലരാമനും ബലരാമനും കൃഷ്ണനും. ബലരാമനും കൃഷ്ണനും എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുണ്ട്. ലക്ഷ്മി ദേവി അവിടെ ഉണ്ടോ, എവിടെയുണ്ടോ അവിടെ 33 കോടി ദേവതമാരും ഉണ്ടാകും. കാര്യം ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും ആ സ്നേഹമൊന്ന് കാണാൻ വേണ്ടിയിട്ട്.
ഉണ്ടാകും. ഇത്രയും പേരുണ്ടാകുമ്പോൾ വീണ്ടും നമുക്കെല്ലാം അനുഗ്രഹം തരാൻ കഴിവുള്ള ഭക്തന്മാരും അവിടെ ഉണ്ടാകും. വാഞ്ചാകൽപത രൂപിയച്ച് കൃപാസിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭഗവാനെ മന്ത്രാണാം ജപയജ്ഞോ അസ്മി. ഭഗവാനെ നിവേദിക്കുന്നതെന്തും ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം യജ്ഞമാണ്. കുരുക്ഷേത്ര യുദ്ധം അർജുനൻ യജ്ഞമായി ചെയ്തു. തനിക്ക് വേണ്ടി ചെയ്യുന്നതല്ലാത്ത ഏതൊന്നോ, ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ ഏതൊന്നോ അത് യജ്ഞം എന്ന് പറയും. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ശരീര സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശിരസാ വഹിച്ച് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുമ്പോൾ അത് യജ്ഞമായിട്ട് മാറും. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം അർജുനൻ ഭഗവാന് കൊടുത്ത എന്താ കൊടുത്ത യജ്ഞമായി. ആദ്യമേ തുടങ്ങുന്നുണ്ട്, എനിക്ക് രാജ്യം വേണ്ട. കൃഷ്ണൻ ചോദിക്കും, രാജ്യം രാജ്യം നിനക്ക് തരാമെന്ന് ആര് പറഞ്ഞു? നിനക്കാണെന്ന് ആര് പറഞ്ഞു? അർജുന, അർജുന, രാജ്യം യുധിഷ്ഠിരനുള്ളതാണ്. യുധിഷ്ഠിരനാണ് രാജാവാകാൻ പോകുന്നത്. അല്ലേ? ആണോ? അല്ലേ? ആണോ? അതെ 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 18 ദിവസം കഷ്ടപ്പെട്ടതാരാ? അർജുൻ. അർജുനൻ. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആരെങ്കിലും ചെയ്യും അങ്ങനെ? അഥവാ അഥവാ അങ്ങനെ ചെയ്താൽ അവസാനം എന്ത് ചെയ്യും? പിന്നെ 18 ദിവസം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിനക്ക് ഞാൻ തരൂ? ചേട്ടനൊക്കെ ശരിയാ, മാറി നിന്നാട്ട് ഞാൻ കയറിയിരിക്കാന്ന് പറയും. ഇല്ലേ? ശരിയല്ലേ? ആണോ? അല്ലേ? ഈ മന്ത്രിസഭയിൽ ഈ ചെറിയ ചെറിയ ഘടകകക്ഷികളുണ്ടല്ലോ, 5 വർഷം മുഴുവൻ കിട്ടത്തില്ല, പകുതിക്ക് വെക്കും. 2.5 വർഷം ആകുമ്പോഴത്തേന് അവർ ചൊറിഞ്ഞു കൊടുക്കും. മറ്റവൻ ഇറങ്ങാൻ പറയും, മറ്റവൻ ചൊറിഞ്ഞു, ഞാൻ ഇറങ്ങത്തില്ല. ഇല്ലേ? ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ഇതുപോലെയുണ്ട്. ഇത്രയേ ഉള്ളു കാര്യം. ഇതൊക്കെ നമ്മൾ മറുവശം കൂടെ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഭക്തിയുടെ ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ വീണ്ടും തോന്നും, ഭഗവാന് സമർപ്പിതമായിട്ട്. ഭഗവാന് സമർപ്പിതമല്ലാതെ ഒന്നും ജീവിതത്തിൽ മംഗളം തരികയില്ല. വലിയൊരു യജ്ഞം നടന്നു. ഫിസിക്കൽ എക്സാമ്പിളാ. ലോകത്തിലെ ഏറ്റവും വലിയ യജ്ഞം നടന്നു. ആ യജ്ഞം അവസാനം അലങ്കോലപ്പെട്ടുപോയി. ഏതാ? ഏതാ? ഏത് യജ്ഞം? ശ്രീരാമകൃഷ്ണാഭിഷേകം. ആ, ഏത് യജ്ഞമാണ്? അവസാനം അലങ്കോലപ്പെട്ടുപോയി. ആ യജ്ഞത്തിന് ഒരു ഫലമില്ലാതെയായി. അവിടെ രക്തവും മാംസവും വീണുപോയി. ആ, ദക്ഷയാഗം. സ്വന്തം മകളെക്കാൾ ഉപരി അവിടെ ഒരു വൈഷ്ണവിയാണ് വന്നത്. ചിന്തിച്ചില്ല. സ്വാർത്ഥമായ താല്പര്യം, സ്വന്തം ഇഷ്ടം, സ്വന്തം ഗർവ്. അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി. ഇത്രയും കോടി രൂപ ചെലവാക്കിയ ഒരു യജ്ഞം നമ്മൾ കാണുന്നത് പോലെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ അവിടെ ഒരു വൈഷ്ണവന്റെ സാന്നിധ്യമില്ലായിരുന്നു, ഭഗവാന്റെ സാന്നിധ്യമില്ലായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ വിളിക്കപ്പെടാതെ സ്വന്തം മകൾ അതൊരു വൈഷ്ണവിയായി അവിടെ എത്തി. അവരെയും ധിഖരിച്ചു. വൈഷ്ണവാനാം യഥാശംഭു. അവിടെ മരുമകൻ എന്നൊരു സ്ഥാനമാണ് കണ്ടത്. പക്ഷേ വന്നത് ആരാണെന്ന് ആ സ്ഥാനം മനസ്സിലാക്കിയില്ല വൈഷ്ണവൻ. ധിഖരിച്ചു. അവസാനം എന്തു പറ്റി? യജ്ഞമെല്ലാം അലങ്കോലമാണ്. ആ യജ്ഞം അമ്പേ പരാജയപ്പെട്ടു. എത്ര ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, എത്ര നമ്മൾ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര കർപ്പൂരമോ വിളക്കുകളോ കാണിച്ചു കഴിഞ്ഞാലും, അത് ഭഗവാന്റെ മുന്നിലല്ല എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ സാന്നിധ്യമില്ല എന്നില്ലെങ്കിൽ, വൈഷ്ണവരുടെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ, ആ യജ്ഞമെല്ലാം മത്സ്യച്ചന്തയിലെ മീൻ വിറ്റത് പോലെയായിപ്പോവും. അവിടെ ശ്വാനന്മാർ വന്നുകൂടും എന്നർത്ഥം. ഇല്ലേ? നമ്മളാരും പിന്നെ മത്സ്യച്ചന്തയിൽ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട്
അറിയാൻ പറ്റത്തില്ലല്ലേ? ഏ മത്സ്യച്ചന്തയിലൊന്ന് പോകണം. അവിടെ ആരുണ്ടാവും കൂടുതൽ? ശ്വാനന്മാരും ഉണ്ടാകും. ഇത് തന്നെയാണ് ഭഗവാനെ മാറ്റി നിർത്തി നമ്മൾ ഏത് യജ്ഞം ചെയ്തു കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത്. അതേസമയം ഭഗവാനെ മുൻനിർത്തി നമ്മൾ ചെയ്യുന്നത് എന്തും അർജുനന് കിട്ടിയ വിജയം പോലെ അത് യജ്ഞമായി ഭവിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മംഗളങ്ങൾ നേരുകയും ചെയ്യും. അങ്ങനെ ഈ ദാമോദര മാസത്തിൽ, ഈ കാർത്തിക മാസത്തിൽ ഒരുപാട് 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 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ഉള്ളവൻ ഇത്രയൊക്കെ കേട്ട് അതൊന്ന് പറയാനായിട്ടുള്ള അറിവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ 30 ദിവസം പല ആചാര്യന്മാരും വന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കാം. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ വൈഷ്ണവന്മാരുടെയും അനുഗ്രഹത്തോടെ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിനകത്ത്